പക്ഷെ എന്ത് ചെയ്യാനാണ്? 2-3 ദിവസം പോലെ എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. മാറി നിൽക്കാൻ പറ്റില്ല. എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ട്. എനിക്ക് വരാനെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. ആഗ്രഹമുണ്ട് അച്ഛന്, പക്ഷെ ലീവ് എടുക്കാൻ പറ്റില്ല മനസ്സിലായോ? അച്ഛനെ എന്റെ പിറന്നാൾ ആഘോഷിച്ചാലെന്ത്, ആഘോഷിക്കില്ലെങ്കിലെന്ത്, ആരും വരണ്ട. ഞാൻ എന്റെ പിറന്നാൾ ആഘോഷിക്കുന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും വിടു അച്ഛനെ. പിറന്നാൾ നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാം. ഇവിടെ ആകുമ്പോ എല്ലാവർക്കും കൂടാലോ. അങ്ങനെയെങ്കിലേ അച്ഛൻ പോയിട്ട് അവളുടെ ജോലിക്ക് തീർത്തിട്ട് പെട്ടെന്ന് പോവാം. അച്ഛനെ പ്ലീസ്, എല്ലാവരും ഉണ്ടെങ്കിൽ നല്ലൊരു രസമാണ്. നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കാമേ. അച്ഛനെ എന്റെ 80ാം പിറന്നാളെ ഇവിടെ ആഘോഷിക്കാം. ചെറുതായിട്ട് മതി കേട്ടോ. അതെ, അത് ഞങ്ങൾ തീരുമാനിക്കുമല്ലോ സഞ്ജയ്. പിന്നെ അല്ലാതെ എനിക്ക് ഇവനെയാ പേടി. അച്ഛനോടുള്ള സ്നേഹം കൂടിക്കൂടി ചെറുതൊക്കെ ഇവനെങ്ങ് വലുതാക്കും. ബാഗെടുത്ത് വണ്ടിയിൽ വെക്കും, എന്നിട്ട് എന്നെ ബസ് സ്റ്റോപ്പിലാക്കാം. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീട്ടിലെ എല്ലാ ജോലിയും മോള് ചെയ്യണം. പെട്ടെന്ന് വരാം. അച്ഛൻ എപ്പോഴാ വരുന്നേ? രാവിലെ വരാന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ വരുന്നത് വലിയ ആഘോഷങ്ങളൊന്നും വേണമെന്ന് കാര്യമാക്കണ്ട. എല്ലാ പിറന്നാളുകൾക്കും ഞാൻ അമ്മയെ കാണാൻ പോകാറുണ്ടെന്നല്ലാതെ ആഘോഷിക്കാറില്ല. അമ്മയുടെ 60ാം പിറന്നാൾ മാത്രമാണ് ഗംഭീരമായിട്ട് ആഘോഷിച്ചേ. അന്ന് നിങ്ങളൊക്കെ ചെറുപ്പായിരുന്നതിനാലേ അമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ പിറന്നാളിന് ഗിഫ്റ്റ് കൊടുക്കാനോ വെച്ചാൽ ഞങ്ങളൊക്കെ വളർന്നില്ലേ? വളർന്നത് മാത്രമല്ല, വേഷം കെട്ടി ഈ സമയം അമ്മ ജീവിച്ചേ. അതിനധികം ഒറ്റ മോനാ ഞാൻ. പോലും ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല.